മെയ് 7 വൈകുന്നേരം കുന്നുമ്മൽ സെയ്തലവിയുടെ മുന്നിലൂടെ ആംബുലൻസുകൾ നിരനിരയായി തുറമുഖത്തേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നെന്തോ വെപ്രാളത്തോട് ഓർത്തെടുത്ത് അയാൾ വീട്ടിലേക്ക് പലതവണ വിളിച്ചു നോക്കി. പക്ഷേ ആരും തന്നെ ഒന്നും പ്രതികരിക്കുന്നില്ല. അതെ, അന്ന് രാത്രി താനൂർ തൂവിൽ തീരത്ത് വെച്ച് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ പ്രിയതമയും തൻ്റെ 4 മക്കളും ഉൾപ്പെടെ ആ കുടുംബത്തിൽ നിന്ന് 11 പേരാണ് അയാളുടെ വിട പറഞ്ഞത്. ഒരു നിമിഷം ഇനി ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടതെന്ന് പോലും അറിയാതെ അയാൾ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മുന്നിൽ ശങ്കിച്ചു നിന്നു. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. അയാൾ ഒരു മുസ്ലിമായിരുന്നു, തികഞ്ഞ മതവിശ്വാസിയായിരുന്നു. എല്ലാം തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവേച്ഛ പ്രകാരം നടന്നതാണ്. വരാനിരിക്കുന്നൊരു ലോകത്ത് ഇവരെല്ലാവരും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയുടെ പിടിവള്ളി മതിയായിരുന്നു അയാൾക്ക് മുന്നോട്ട് ജീവിക്കാൻ. പക്ഷേ അയാൾ ഒരു നിരീശ്വരവാദിയായിരുന്നുവെങ്കിലോ? നിരീശ്വരവാദത്തിന് എന്തു പ്രതീക്ഷയാണ് അയാൾക്ക് നൽകാനുള്ളത്? എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവമേ എന്നുപോലും വിളിക്കാൻ കഴിയാത്ത ഒരു ശൂന്യതയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതത്ര ഭയാനകരമാണ്.